അപ്പൊ അത് ശരി, മോക്ക് ചോറ് കൊടുത്തോണ്ട് ഇവിടെ ഇരുന്നോ? ധർമ്മ, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ ആ ഏരിയയിൽ ഗവൺമെന്റ് എന്നല്ല ഇനി ഇവിടെയുള്ള ഒരുത്തം വിചാരിച്ചാലും ഒരു കോപ്പം ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പൊ ദാണ്ട ഇപ്പൊ പുറത്തു തരാന്ന് പറഞ്ഞ് ഈ നാറ് കയറി വന്നിരിക്കുന്നു. ഒരു പ്ലാൻ മുന്നിലോട്ട് നിരത്തി. അതേ, നിനക്കൊരു 50%, മറ്റവനൊരു 50%. എന്നിട്ടിപ്പോഴെന്തായി? കാര്യങ്ങൾ മൊത്തം പത്രത്തിൽ അടിച്ചു വന്നിരിക്കുന്നു. ആരും അറിയാതെ നീ ഇത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ആരതൊക്കെ ഇവിടെ അറിയാനുള്ളത്? എന്ത് കണ്ടിട്ടാ ഈ ചാടുന്നേ? ഇതൊന്നും നമുക്ക് വേണ്ട, എല്ലാം മതിയാക്കേക്കാം. അതാ നല്ലത്. ഇവിടെ സൂക്ഷിച്ചകത്തേക്ക് കൊണ്ടു. ഒക്കെ ശരിയാവും കെ പി. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാ. മനുഷ്യനെ വിശ്വസിച്ചോ, മന്ത്രിയെ വിശ്വസിച്ചോ, പണത്തെ വിശ്വസിച്ചോ, ബലത്തെ വിശ്വസിച്ചോ ഒന്നും അല്ല ഞാനിവിടെ വരെ എത്തിയത്. ഭയം, മനുഷ്യന്റെ ഉള്ളിലുള്ള ഭയത്തെ മാത്രം വിശ്വസിച്ചു. അത് തന്നെയാ എന്റെ ഇൻവെസ്റ്റ്മെന്റ്. എന്തായാലും പേപ്പറിൽ റിപ്പോർട്ട് കൊടുത്തവൻ മിടുക്കനാ. കുറുക്കന് സിംഹത്തെ ഒന്ന് ചൊറിഞ്ഞു നോക്കിയാൽ കൊള്ളാമെന്നുള്ളത് സ്വാഭാവികം. എന്നാൽ അവൻ അതിനുള്ള ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ ചാവാറായിന്ന. റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ആ ഏരിയയിലുള്ളവൻ തന്നെയാ. ഡാ മുരുക, ആ നായിന്റെ ശവമാ എനിക്ക് വേണ്ടത്. അകത്ത് പോടാ. അച്ഛനത് കണ്ടില്ലേ? നിന്നോട് പറഞ്ഞ അകത്ത് പോവാൻ. ഇവൻ എഴുതിയത് നിനക്കൊക്കെ വേണ്ടിയാ. എന്നിട്ടിപ്പൊ ഇവനെയും കളഞ്ഞിട്ടല്ല ഓടുന്നു. കൊന്നുകളയും. ഇവനെ പോലെ എല്ലാത്തിനെയും കൊന്നുകളയും. ധർമ്മക്കെതിരെ എഴുതിയ ഈ നാറിയുടെ മരണം നീയൊക്കെ കാണണം. അതുവരെ ഒരുത്തനും ഇവിടെ നിന്ന് അനങ്ങരുത്. അണ്ണൻ ചായ എടുത്തു കൊടുക്കും. ഇപ്പൊ എടുക്കാം. പോണ്ട, ഞാൻ പറഞ്ഞു കേക്ക്. അത് ധർമ്മയുടെ ആൾക്കാരാ. അത് കണ്ടിട്ട് ഞാൻ നോക്കിക്കണോടാ. നീ എന്തായി ചെയ്യുന്നത്? അണ്ണാ, അതെ, അവൻ എന്റെ ഫ്രണ്ടാ. അവൻ അണ്ണനെ പറ്റി ഒന്നും അറിയില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും അവനറിയില്ല. ഞാൻ അവനെ പറഞ്ഞു വിട്ടോളാം. നിങ്ങൾ ചരനെ വിളിച്ചോണ്ട് പോ. എടാ, നീ ഇപ്പൊ അവിടെ നിക്കണ്ട. എടാ, ഇതൊക്കെ ഇവിടെ സ്ഥിരം നടക്കാനുള്ളതാ. നീ പോ. എടാ, പറയുന്നത് കേക്ക്. പോകാനാ പറഞ്ഞത്. പോവാൻ. ഹായ്ഡാ, നിനക്ക് എന്താടാ പറ്റിയേ? നീ എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? കൺമുന്നിലിട്ട് ഒരുത്തിനെ വെട്ടിക്കൊല്ലുന്നത് കണ്ടിട്ടും നിനക്കൊക്കെ അത് നോക്കി നിൽക്കാൻ കഴിഞ്ഞല്ലോടാ. ആ മർഡർ ചേച്ചി ആരാണെന്നറിയോ നിനക്ക്? ധർമ്മ. അവനെ പറ്റി ഒന്നും അറിയില്ല നിനക്ക്. എതിരാളികളെ കൊല്ലാനല്ലാതെ സംസാരിക്കാൻ അറിയില്ല അവനെ. ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവനെക്കുറിച്ച് ഓർത്ത് മനസ്സ് പുണ്ണാക്കാതെ നമുക്ക് നമ്മുടെ പണി നോക്കിയാൽ മതിയല്ലോ. അതുപോട്ടെ, നിന്റെ അംബിഷൻ എന്താ? പൊളിറ്റിക്സ്. ഓഫ് കോഴ്സ്, ലീഡർ. ലീഡർ? ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും അവൻ പറയും ലീഡർ ആവണം. നീയൊക്കെ എങ്ങനെ ലീഡറാവും? ഒരു ലീഡർ ആവാനുള്ള യോഗ്യത നിനക്കില്ല. അതിന് ധൈര്യമാ വേണ്ടത്.
അതിനെന്ത് വേണമെന്ന് നീ തന്നെ ആലോചിക്കും. ഇനിയിപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇന്നെന്റെ ഡാഡിയെ കാണാൻ വരാന്ന് പറഞ്ഞിരുന്നില്ലേ, മറന്നുപോയോ? മനസ്സിലായില്ല. ചരൺസ് മദർ. ഓ, വരൂ വരൂ, താങ്ക് യു. ഇരിക്കും. മഞ്ജു പറഞ്ഞായിരുന്നു ചരണമായിട്ട് എത്തുമെന്ന്. അത് ഭയന്നിട്ടാ ഞാൻ ആദ്യമേ ഇങ്ങോട്ട് വന്നത്. ഭയമോ? വേറൊന്നുമല്ല, അവനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് കൺട്രോൾ പോകുന്ന ടൈപ്പ് അവൻ. ആഹാ, അപ്പൊ കൺട്രോൾ പോയാ? നിങ്ങളുടെ കാറ് മാറ്റിയിട്ട് ആംബുലൻസിലായിരിക്കും പോകേണ്ടി വരിക. അവനോട് സൂക്ഷിച്ചോരോ കാര്യവും പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ സംഭവിക്കാന്നറിയില്ല. സ്നേഹത്തോട് എന്തെങ്കിലും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നത് നല്ലത്. തർക്കുത്തരം പറയുന്നവരോട് അവന് ഒട്ടും ഇഷ്ടമല്ല. പെട്ടെന്ന് ദേഷ്യം വന്നിരിക്കും. അപ്പൊ ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? തല്ലിയിരിക്കും. അതിനിപ്പോ പേടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ മകൻ എന്തെങ്കിലും ബെറ്റർ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അതോടെ ഒന്ന് പറ. അവനവന്റെ അമ്മയെ പൊന്നുപോലെ നോക്കിക്കോളും. ഭാര്യയെ അത്ര നന്നായി നോക്കിയെന്ന് വരില്ല. എന്താ, ഭാര്യ നോക്കുമ്പോ അവന് കണ്ണ് കാണില്ലേ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. മനസ്സിൽ വെച്ചാൽ മതി ഇതൊക്കെ. മഞ്ജുവിനോട് ഇപ്പൊ ഇതൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു തന്ന പോലെ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്തിനെങ്ങനെ പേടിക്കുന്നേ? അയ്യോ അമ്മേ, അമ്മ എന്താ ഇവിടെ? അമ്മയെന്നാ? ചരണിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാൻ വന്നതാ. അപ്പൊ അമ്മയെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? ഇനിയിപ്പോ ഇവിടെ നിൽക്കണോ അതോടെ പോകുന്നതാണോ നല്ലത്? നിന്നെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്കിൾ, പലരും എന്നെ കുറിച്ച് പലതും പറഞ്ഞെന്നിരിക്കും. അങ്കിളിന് എന്നോടുള്ള വിശ്വാസമാണ് എനിക്ക് വലുത്. നിന്നെക്കുറിച്ച് എന്റെ മോള് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ അമ്മ പറഞ്ഞു നിന്റെ സ്വഭാവത്തെക്കുറിച്ചും എനിക്കറിയാം. ആരെന്തു പറഞ്ഞാലും സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ട്. മോള്, ഇവൾ എനിക്കൊരു മകള് മാത്രമല്ല, എന്റെ ജീവനാ. ഇപ്പൊ നീയും. ടേക്ക് കെയർ. ഷുവർ. കിളവാ, ഇങ്ങുവാ. ഈ ഏരിയയിൽ 18 വയസ്സ് തികഞ്ഞവരാരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ ഒപ്പ് ഇതിലുണ്ടാവണം. ഈ ഏരിയ മൊത്തം ധർമ്മയ്ക്ക് അവകാശപ്പെട്ടതാണെന്നും 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ മാറി തന്നേക്കാമെന്നും അതിന് ഞങ്ങൾക്ക് യാതൊരുവിധ ഒബ്ജക്ഷൻ ഇല്ലെന്നും ഇതിലെഴുതിയിട്ടുണ്ട്. അണ്ണാ, 2 മാസത്തിനുള്ളിൽ എന്റെ മോളുടെ കല്യാണമാ. പെട്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒഴിഞ്ഞു പോണോന്ന് പറഞ്ഞാ അത് കൊള്ളാം. എന്നാ നീ ഒരു പണി, നിന്റെ മോളെ എന്റെ കൂടെ പറഞ്ഞേച്ചേക്ക്. എന്തിനാ വെറുതെ കല്യാണമൊക്കെ? ഞാൻ അവളായിട്ടൊരു ഫസ്റ്റ് ഷോയും കഴിഞ്ഞ് പറഞ്ഞു വിട്ടേക്കാടാ. എവിടാ നിന്റെ മോള്? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? നിനക്കൊക്കെ 2 ദിവസം സമയമുണ്ട്. അതിനുള്ളിൽ എല്ലാവന്മാരും ഈ പേപ്പറിൽ ഒപ്പിട്ട് തന്നിരിക്കണം. അല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ തിരുമേനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ജീവനോടുണ്ട്. എവിടെ വെച്ച് വേണേലും കല്യാണം നടത്താം. എല്ലാരും ഇവിടെ ഇങ്ങനെ? നീ പോയി ഒപ്പിട്. ഒപ്പിടാനോ? എന്തിന്? മുരുകൻ ഇവിടെ വന്നിരുന്നടാ. എല്ലാരും ഇവിടെ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. എന്തിനാ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുന്നേ? എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഈ മണ്ണി ജനിച്ച് ഇവിടെ വളർന്നിട്ട് എത്ര കഷ്ടപ്പെട്ടാ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഉള്ളതെല്ലാം മിച്ചം പിടിച്ചും
പട്ടിണി കിടന്ന് പറ്റി നമ്മൾ ഉണ്ടാക്കിയതല്ലേ ഈ കാണുന്നതൊക്കെ. എന്നിട്ടല്ല ഉപേക്ഷിച്ച് പോണെന്ന് പറഞ്ഞ എവിടെ പോവാച്ചാ നമ്മള്? എടാ എന്താടാ ഇങ്ങനെ? നീ കരയുന്നെന്തിനാ? ഇവിടെ നിങ്ങൾ തളർന്നാൽ ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങൾ കരയേണ്ടി വരും. അതിനിടവരുത്തരുത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ മണ്ണെന്ന് നീ മുമ്പേ പറഞ്ഞില്ലേ? എന്നിട്ടിത് നഷ്ടപ്പെടുത്തണം നിനക്ക്? ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ, ചെന്ന് ചോദിക്കും. അവരെന്നെ കൊല്ലൂടാ. നിങ്ങൾ ഇനിയും അവൻ ജീവനോട് വെച്ചേക്കെന്ന് തോന്നുന്നുണ്ടോ? അവൻ നിങ്ങളെ കൊന്നുകളയും എന്നുള്ള പേടി കൊണ്ട് ഓരോ നിമിഷവും നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. ഡേ ചരൺ, ഇത് നിനക്ക് അറിയാത്തതുകൊണ്ടാ. നമ്മുടെ കോളേജിൽ ഇതുപോലെ സിമ്പിൾ പ്രശ്നമല്ലത്. ധർമ്മയോട് അവൻ ധർമ്മയെന്ന് വെച്ചാരാടാ? അവനെന്താ മനുഷ്യനല്ലേ? ഒരെണ്ണം കൊടുത്താൽ അവന് വേദനിക്കില്ലേ? കുത്തിയാൽ അവന്റെ ദേഹത്തുനിന്ന് ബ്ലഡ് വരില്ലേ? മോനെ, നിന്റെ ലോകം വേറെ, ഞങ്ങളുടെയൊക്കെ ലോകം വേറെ. അവനെ എതിർക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ലാഞ്ഞിട്ടാ. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ എവിടെങ്കിലും കിടന്ന് മരിക്കണം. എന്തൊക്കെയാ അച്ഛൻ ഈ പറയുന്നേ? ഇനി സഹിക്കാൻ പറ്റില്ല അച്ഛാ. ഇവൻ പറഞ്ഞത് ശരിയാ. ഇത്രയും പേരുണ്ടായിട്ടും എന്താ അവനെ എതിർക്കാൻ ആർക്കും വയ്യേ? ആരോടാ നീ എതിർക്കുന്നത്? ആ നിൽക്കുന്നവരുടെയൊക്കെ അനുഭവം നിനക്ക് അറിയാലോ. എതിർക്കാൻ നടക്കുന്ന ഒരുത്തനെ കണ്ടില്ലേ? ശാരദേ, എവനൊന്ന് വിളിച്ചോണ്ട് പോ. മോനെ, മോൻ ചെല്ല്. വീട്ടിൽ ചെന്ന് AC ഒക്കെ ഇട്ടുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങ്. ചെല്ല്.